ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെജ് മോമോസ് എങ്ങനെ ആക്കറേ ഞങ്ങൾ നോക്കാം. എപ്പോൾ ഞങ്ങൾ ചിക്കൻ വെച്ചിട്ടല്ലേ സ്നാക്സ് എല്ലാം ആക്കറേ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വെജ് വെച്ചിട്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റ് ഓടിയത്. അപ്പോൾ ഇതിക്ക് മുന്നുള്ള ഞാൻ ചിക്കൻ മോമോസിൻ്റെ വീഡിയോ ഇട്ടാണ്. അത് ಬೇನುಂಟಾയി നോക്കുക. അത് ലിങ്ക് ನಾನು ಕೀழே ಕಮೆಂಟ್ ಬಾಕ್ಸಲ್ಲಿ ಪಿನ್ ಹಾಕಿಟ್ಟು ಬೇಕ್ರೆ ಬೇನೆಂಗೆ ನೋಕರು. ഇപ്പോൾ ഇതിൽ ചട്നിയും കൂടി ഞാൻ കാട്ടറേ. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ആക്കറേ ഞങ്ങൾ നോക്കാം. വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും ഷെയർ ആക്കും മറക്കണ്ട. അപ്പോൾ ഇതിക്ക് പിന്നെ വെജിറ്റബിൾ ആണ് ക്യാരറ്റ് ക്യാബേജ് അതേപോലെ തെല്ല് ക്യാപ്സിക്കം പിന്നെ ബീൻസ്. അപ്പോൾ ഇത്ര എടുത്തിട്ടാണ് ക്യാബേജും ക്യാരറ്റ് ಇದಕ್ಕೆ എന്തായാലും ഇടണം. പിന്നെ ഈ ഒരു ബീൻസും ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇട്ടത് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ടിട്ട് ഇട്ടേ ഇടണുണ്ടേ ഇല്ല. ഞങ്ങൾക്ക് ക്യാപ്സിക്കം ക്യാബേജും ക്യാരറ്റ് മാത്രമേ ഇടൂ. ഇതെല്ലാം ഞങ്ങൾ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പാക്കി അതിൽ ചോപ്പാക്കി എടുത്തെങ്കിട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ കട്ടാക്കുമ്പോൾ പൊടിയായിട്ട് കട്ടാക്കണം. അപ്പോൾ ഇത് ക്യാരറ്റ് ഇത്ര എടുത്തേ. അപ്പോൾ ക്യാരറ്റ് തിൽക്കൂറുടെയും ക്യാബേജ് ഇതിനെ കാട്ടി എടുക്കണം. പിന്നെ ക്യാപ്സിക്ക അത് ഉണ്ടെങ്കിൽ ഇട്ടെങ്കിട്ട് ഉണ്ടെങ്കിൽ അതും അങ്ങനെ ഇത് ഞാൻ ക്യാപ്സിക്കത്തിൽ ചോപ്പായിട്ട് തെല്ല് പൊടിയായിട്ട് ചുമ അതിൽ പിന്നെ ഇതാ ഒരു പാൻ വെച്ചിട്ട് ಅದಕ್ಕೆ തെല്ല് ഓയിൽ ಬಿತ್ತಿട്ട് ಅದಕ್ಕೆ ಬೆಳ್ಳುಳ್ಳಿ പിന്നെ അതുപോലെ തെല്ല് ഇഞ്ചി ഒരു പീസ് ഇഞ്ചും പിന്നെ അതുപോലെ ഒരു 3-4 ಬೆಳ್ಳುಳ್ಳಿ വലിയ സൈസുള്ള ಬೆಳ್ಳುಳ್ಳಿ അത് പൊടിയായിട്ട് കട്ടാക്കിയിട്ട് ഇതും അങ്ങനെ തെല്ലൊന്ന് കായണം. ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ ഒരു ജണ്ട് നീരുള്ളി സാധാരണ ಬೆಳ್ಳುಳ್ಳಿ ജണ്ട് നീരുള്ളി എടുത്തേ. പിന്നെ ഒരു 3-4 പച്ചമുളക് അതെല്ലാം പൊടിയായിട്ട് എനിക്ക് കട്ടാക്കിയിടോറു ചുമ ഇങ്ങനെ വലിയ പീസ് ആക്കണ്ട. അപ്പോൾ ഇതൊന്ന് നീരുള്ളി ഒന്ന് ബാടിയിട്ട് വന്നേ ചുമ ഫ്രൈ ആക്കണമെന്നില്ല വേഗം ഇത് ഞങ്ങൾ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ഒന്ന് ബാടിയിട്ട് വരട്ടെ. ഇനിയിപ്പോൾ അത് ഒന്ന് ബാടിയിൽ പിന്നെ ഞങ്ങൾ ചോപ്പാക്കി വെച്ച വെജിറ്റബിൾ അതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ടിട്ടോ അങ്ങനെ ഇത് ചുമ്മനാരോ ಬೇവുക അങ്ങനെ എന്തില്ല ജസ്റ്റ് ഒന്ന് അടിമേലാക്കി ഇതിലെടുത്തെങ്കിൽ ഇട്ട്. അപ്പോൾ ಇದಕ್ಕೆ പിന്നെ ടേസ്റ്റ് പിന്നെ എത്ര ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിലൊട്ടിಗೆ ഒരു 3/4 to 1 ടീസ്പൂൺ എത്ര നല്ല മുളകുടെ പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഞങ്ങൾ ഇത് ചന്ത ഒന്ന് അടിമേലാക്കി എടുത്തെങ്കിട്ട് ഇത് വേവൊന്നിട്ടില്ല കുക്കാവണിട്ടില്ല എല്ലാം ചന്ത മിക്സ് ആയിട്ട് വന്നെങ്കിൽ മയാവും. ലാസ്റ്റായിട്ട് തെൽ കൊത്തമ്പരി സೊಪ್ಪು ഇട്ട് കൊടുക്കുക. കൊത്തമ്പരി സೊಪ್ಪು ഇട്ടിട്ട് ഒന്ന് അടിമേലാക്കി നിങ്ങൾ ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ട് മോമോസുള്ള ഫില്ലിംഗ് റെഡി ആയിട്ട്. ഇനിയിപ്പോൾ ഇതിക്ക് നിങ്ങൾക്ക് ചിക്കൻ ഇടോണ്ടേ കണ്ടെങ്കിൽ ಬೇರೆಂಗೆ ഇടರೆങ്കിൽ നല്ല അവിടെ ഞാനിപ്പോൾ ചിക്കൻ ഇട്ടിട്ടില്ല വെജ് മാത്രം ആക്കിയത്. അപ്പോൾ ചിക്കൻ ഇടರೆങ്കിൽ ഞങ്ങൾ ഉപ്പും മഞ്ഞൾ ഇട്ടിട്ട് ಬೇಪಟ್ಟೆ ചിക്കൻ ഉണ്ടല്ലോ അത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ആക്കിയിട്ട് ಇದಕ್ಕೆ ഇട്ടിട്ട് മിക്സ് ആക്കി കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ಬೇನುಂಟಾയി അങ്ങനെ ആക്കുക. അതിൽ പിന്നെ ഒരു ബൗളിൽ ഞാനിവിടെ 1.25 കപ്പ് എത്ര മൈദ എടുക്കുക. അപ്പോൾ ഇത്ര ഫില്ലിങ്ങുള്ള ഈ മൈദ പൊടി ഞാൻ ചൊല്ലിട്ട് ഇവിടെ 1.25 കപ്പ് മൈദ ಅದಕ್ಕೆ ಬೇನೆ എത്ര ടേസ്റ്റ് ಬೇನೆ എത്ര ഉപ്പ് തെല്ല് ഓയിലും ಬಿತ್ತಿಟ್ಟು തണ്ണി ಬಿತ್ತಿಟ್ಟು ഇത് നല്ല കുഴച്ചെടുക്കണം. ഞങ്ങൾ സമൂസത്തിಗೆಲ್ಲ കുഴച്ചെടുക്കറില്ല കുഴക്കുമ്പോൾ സോഫ്റ്റ് ആവണ്ട ചുമ്മ തെല്ല് ടൈറ്റ് ഇക്കട്ട് തെല്ല് ഗട്ടിയിൽ പിന്നെ ചുമ്മ സോഫ്റ്റ് ആക്കണ്ട. ഞങ്ങൾ ഇപ്പോൾ സമൂസത്തിಗೆಲ್ಲ കുഴക്കറല്ലേ അതേപോലെ ചന്ത ഇത് നല്ല കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ കുഴച്ചിട്ടെടുത്തേ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇത് കുഴച്ചിട്ട് റെസ്റ്റ് ആക്കി ഉപയോഗിക്കണം അങ്ങനെ ഒന്നുമില്ല. ഇപ്പം പിന്നെ ഞങ്ങൾ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ല ഇതുപോലെ ടൈറ്റായിട്ട് കുഴക്കണം. അതിൽ പിന്നെ ചെറിയ ബോൾസ് ആക്കണം. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വലിയതാക്കിയിട്ട് ഒന്നാക്കിയിട്ട് പരത്തിയിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഒന്നേ പരത്തിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും മൂടി വെച്ചിട്ട് കട്ടാക്കറല്ലേ കട്ടാക്കിയിട്ട് അങ്ങനെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അതിലിങ്ങനെ ഓരോന്നായിട്ട് പരത്തില്ലെങ്കിൽ അതും ആവും. ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണോ ചുമ വലുതാക്കത്തില്ല തെളുപ്പുള്ളാവണം. ഇത് തിന്നായിട്ട് ഇത് പരത്തിയിട്ട് എടുക്കണം. ചുമതെല്ലാം ആവണ്ട. ഞങ്ങൾ പൂരിയെല്ലാം ആക്കറല്ല അതിൽ കാട്ടി ഇന്നും തിന്നാവണോ. ഇനിയിപ്പോൾ ഞങ്ങൾ അതാ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ മടക്കുന്നത് കാട്ടുറേ. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എടുത്തെങ്കിട്ട് ഇതേപോലെ അതാ ഞങ്ങൾ തുണിയെല്ലാം ഞങ്ങൾ നെറി പിടിക്കറല്ലേ സാരിയെല്ലാം അതേപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് വന്നെങ്കിട്ട് ഇത് പല ടൈപ്പിലെല്ലാം ആക്കാറ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതേ ടൈപ്പിൽ സമാവിടെ. അപ്പോൾ ഞാൻ ഇതേപോലെ ആക്കറേ ഇതുപോലെ ആക്കിയിട്ട് അവിടേക്ക് ഒന്നിങ്ങനെ ഒന്ന് മുദ്ദയാക്കി അങ്ങെത്ത് ഞങ്ങൾ ಬೆಳ್ಳುಳ್ಳಿ പോലെ എല്ലാം കാണുക അതേ ഒരു ടൈപ്പിലാക്കിയിട്ട് എടുത്തെങ്കിട്ട് ഇതാ ಬಂತೈತಲ್ಲೇ ഇതേപോലെ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒന്നും കൂടി കാട്ടറാണ് ഒന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ಗೊತ್ತಾകും മെയിനായിട്ട്. അപ്പോൾ ಗೊತ್ತೈತಲ್ಲ ഇതേപോലെ എല്ലാ മോമോസും ഇങ്ങനെ ആക്കിയിട്ട് അപ്പോൾ ഇത് എല്ലാ മോമോസും ആക്കിയിട്ട് എടുത്തേ. അപ്പോൾ ഞാൻ ആക്കിയ ഫില്ലിങ്ങും പിന്നെ അതേപോലെ മൈദ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് 2 മോമോസുകളെ ಬಿಟ್ಟು മാത്രം ബാക്കിയായിരുന്നു. ബാക്കി ഇതെല്ലാം കറക്റ്റ് ആയിട്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഞങ്ങൾക്ക് സ്റ്റീം ആക്കിയിട്ട് എടുക്കണം. പിന്നീട് ഇടത്തില ഇഡ്ലിയുടെ ഇടത്തില വെച്ചിട്ട് അതിപ്പോൾ ഞങ്ങൾ സ്റ്റീം ആക്കുമ്പോൾ ഈ ഇടത്തേക്ക് ഞങ്ങൾ ഓയിൽ തോത്തിയില്ല എല്ലാ സൈഡും ഓയിൽ തോത്തിയിടണം. ഇല്ലെങ്കിൽ അത് അവിടേക്ക് പത്തി പിടിക്കരുത്. പിന്നെ ബേക്കുമ്പോൾ ഇങ്ങനെ മുട്ട ബേക്കത്തില്ല ചെന്ന് ഒന്നൊന്ന് തട്ടും പോലെ ബേക്കത്തില്ല തട്ടത്ത പോലെ ബേക്കണം. അതിങ്ങനെ പത്തി പിടിക്കരുത്. വെന്തിട്ട് വരുമ്പോൾ ഇത് ഞങ്ങൾ സ്റ്റീമായിട്ട് വരുമ്പോൾ ഇത് ഒന്നും കൂടി വലിയ സൈസിലാവിടും. അപ്പോൾ അതെല്ലാം തട്ടു ഇപ്പോൾ തട്ടാത്ത പോലെ ഇതിങ്ങനെ പൊട്ടുകയെല്ലാം ഒന്നൊന്ന് പത്തി പിടിച്ചിട്ട് അങ്ങനെ ആവിടും. അപ്പോൾ അത് കൊണ്ടിട്ട് തട്ടാത്ത പോലെ അങ്ങനെ ബേക്കണം.
എല്ലാം ഞങ്ങൾ ഇതേപോലെ വെച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു 10 മിനിറ്റ് ഞങ്ങൾ ഇത് സ്റ്റീം ആക്കി എടുത്തിട്ട് 10-12 മിനിറ്റ് 15 മിനിറ്റ് ಒಳಗೆ ഞങ്ങൾ ഇതായിട്ട് ഇട്ട് ഇതിപ്പോൾ എല്ലാം വെച്ചിട്ടില്ല ഇന്നും തെല്ലും ബാക്കിയുണ്ടോ എല്ലാം ഇതിലൊട്ടിಗೆ പോയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ಒಳಗೆ ഞങ്ങൾ ഇത് സ്റ്റീം ആയിട്ട് ഇട്ട് അപ്പോൾ അത് റെഡിക്ക് ഞങ്ങൾ ഇതിക്ക് പിന്നെ ചട്നി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ചട്നി പിന്നെ ടൊമാറ്റോ ഇതാ ഇത്ര ടൊമാറ്റോ എടുത്തേ നല്ല പഴുത്ത ടൊമാറ്റോ നോക്കി എടുക്കണം അപ്പോൾ അത് വലിയൊരു ടൊമാറ്റോ പിന്നെ ഒരു ഹാഫ് ഞങ്ങൾക്ക് എത്ര ചട്നി വേണം ಅದಕ್ಕೆ പിന്നെ എത്ര എടുത്തെങ്കിട്ട് ಅದಕ್ಕೆ ഞങ്ങൾ ഒരു അരി ಬೆಳ್ಳುಳ್ಳಿ ചെറുതുണ്ടെങ്കിൽ ഒരു 3-4 അരി ಬೆಳ್ಳುಳ್ಳಿ ഇടാം പിന്നെ ഞങ്ങൾ തെൽ തണ്ണി വിത്തിട്ട് ഇത് നല്ല ಬೇಪಾಟಿ എടുക്കണം ഇതിലൊട്ടിಗೆ ഞങ്ങൾക്ക് റെഡ് ചില്ലി ഉണ്ടല്ലോ കറിക്കിട്ട മുളക് അത് ഒരു 3-4 മുളക് ഇട്ടിട്ട് അതിലൊട്ടിಗೆ നല്ല ಬೇಪಾಟಿ എടുത്തെങ്കിട്ട് അപ്പോൾ ഞാനിപ്പോൾ മുളകുടെ പൊടി ഇട്ടിട്ടാക്കറേ ಅದಕ್ಕೊಂದು ಮುಲವು ಇಟ್ಟಿಟ್ಲೆ ಮುಲವು ಉಂಡೆಗೆ ಅದೇ ಇಟ್ಟಂಗೈತೆ അപ്പോൾ അതവിടെ ಬೇವಟ್ಟು അപ്പോൾ ഞങ്ങൾ മോമോസ് കൂടെ ആയിട്ട് വന്നിട്ട് ഇത് വെന്തര് ഇത് എടുക്കറേ ഞാൻ അപ്പോൾ കണ്ടല്ലേ ഞങ്ങൾ ഇത് ഓയിൽ തോത്തി വെച്ചത് കൊണ്ട് ഇത് പത്ത് പിടിച്ചിട്ടില്ല ഇല്ല എനിക്ക് ചിലപ്പോൾ അത് പത്ത് പിടിക്കരുത് അങ്ങനെ പത്ത് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് എല്ലാം എടുക്കറാണ് ഇനിയിപ്പോൾ ടൊമാറ്റോ ബെന്തൽ പിന്നെ അത് മിക്സി ജാറിക്ക് ഇട്ട് കൊടുത്തേ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ചൂടോടെ ബ്ലെൻഡ് ആക്കോ പോകണ്ട അരക്കോ പോകണ്ട ചൂടൊന്ന് പോയാൽ പിന്നെ ഞങ്ങൾ അരച്ചിങ്ങിട്ട് അപ്പോൾ മുളകുടെ പൊടി ഇട്ട് കൊടുത്തേ മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ മുളകുടെ പൊടി വേണ്ട ഇല്ല എനിക്കെങ്കിൽ മാത്രം ഇട്ടിങ്ങിട്ട് അപ്പോൾ ഇത് നല്ല ഒന്ന് അരച്ചിട്ടെടുക്കണം അതിൽ പിന്നെ പാൻ വെച്ചിട്ട് എല്ലാം ഓയിൽ ബീത്തിട്ട് തെല്ല് ಬೆಳ್ಳುಳ್ಳಿ കട്ടാക്കിയത് ഇട്ട് കൊടുത്തേ ഈ വെല്ലുള്ളി നല്ല കായിട്ട് നല്ല കാഞ്ഞിട്ട് വന്നാൽ പിന്നെ ഞങ്ങൾ ടൊമാറ്റോ ಇದಕ್ಕೆ ಬಿತ್ತಿಂಗೈತೆ നല്ല കളർ ചേഞ്ച് ആയിട്ട് വേണ്ടല്ലോ ഇതാ ഇതുപോലെ ആയിട്ട് വന്നാൽ പിന്നെ അപ്പോൾ ടൊമാറ്റോ ഇതിനെ കാട്ടി ലൂസ് അവിടെ വേണ്ട ഇത്രയും വേയോ തണ്ണി ഞങ്ങൾ ചുമ തണ്ണി വിത്തിട്ട് ചുമത്തേൽ ഉപ്പാക്കുത്തീരാ ഇനിയിപ്പോൾ നല്ല ഒന്ന് പായ്പാട്ടി എടുക്കണോ എനിക്കിപ്പോൾ ഇതിക്ക് ഞങ്ങൾക്ക് ടേസ്റ്റ് വേണം എത്ര ഉപ്പ് അതേപോലെ പുളി ഷുഗർ അതെല്ലാം ഇട്ട് കൊടുക്കണോ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തേ ഇനിയിപ്പോൾ ഞങ്ങൾ തെല്ല് ഇത് സുർക്ക അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഏതോ ലിംബ ഉണ്ടെങ്കിൽ ലിംബയുടെ തണ്ണി വിത്തറോ അതില്ലെങ്കിൽ സുർക്ക വിറ്റിങ്ങിട്ട് പിന്നെ തെല്ല് ഷുഗറും ಇದಕ್ಕೆ മധുര വേണോ പുളി വേണോ ಖಾರ ಇದೆಲ್ಲ വേണോ അപ്പോൾ ഇത് നല്ല പാക്കറ്റ് ഈ മുളകുടെ പൊടി ഇട്ടുണ്ട് പച്ചമണിക്കര അതെല്ലാം പോകണോ നല്ല തെല്ലിനാറ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തെല്ലിനാറ് നല്ല ഇതുപോലെ ആക്കിയിട്ട് എടുക്കണോ അപ്പോൾ ಇದಕ್ಕೆ ഞങ്ങൾ തെല്ല് ടൊമാറ്റോ സോസ് ഇട്ടിരുന്നെങ്കിൽ അതും ഇടാം അതും നല്ല ടേസ്റ്റി ആവും അപ്പോൾ ഇത് ആയിത്തോടെ കണ്ടല്ലേ അപ്പോൾ ഇത്ര മേയോ ഇതുപോലെ മേയോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഓഫാക്കാം ചട്നി ഇവിടെ റെഡി ആയിട്ട് ഞങ്ങളെ മോമോസുകളെല്ലാം ചട്നി ആയിത്തോടെ ഇനിയിപ്പോൾ ഞങ്ങളെ മോമോസും ചട്നി നല്ല വെജ് മോമോസ് ആയിട്ടിരിക്കുക ഞങ്ങൾ വെജ് മോമോസും ചിക്കൻ മോമോസായും രണ്ടും നല്ല മേവിടെ തിന്നുക ചൂടോടെ തിന്നുക നല്ല ടേസ്റ്റ് പിന്നെ ഞങ്ങൾ എത്ര ഇങ്ങനെ തിന്നും ഗൊന്താവില്ല ചട്നി കൂട്ടിയിട്ട് മോമോസ് ആക്കുമ്പോൾ ഈ ഒരു ചട്നി നിങ്ങൾ ആക്കണോ അപ്പം നല്ല അവിടെ അപ്പോൾ നോക്കിയാറില്ല ചെന്ന പോലെ ಇದಕ್ಕೆ നിങ്ങൾക്ക് ചിക്കൻ ഇടുകയാണെങ്കിൽ ചിക്കൻ ഇടാം അതല്ലെങ്കിൽ വെജ് കൂട്ടുറങ്ങൾ ഇക്കറില്ലേ നോൺ വെജ് കൂട്ടാത്തങ്ങല്ല അങ്ങനെ വെജ് ಬೇನು ಉಟ್ಕೊಂಡೆಗೆ ഇങ്ങനെ ಮ್ಯಾಕೆಟ್ എടുത്തിങ്ങിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് നോമ്പിലെല്ലാം നല്ല അവിടെ അപ്പോൾ നിങ്ങൾ ആക്കിയിട്ട് നോക്കൂ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വരിക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൻ്റെ മുട്ട മൂലം ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും